ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വലിയ വിഷമഘട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റിയ ചെറിയ 3 അത്ഭുത പ്രാർത്ഥനകളാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ 3 പ്രാർത്ഥനകളും പല സമയങ്ങളിലും ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിത്തന്നിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് കേട്ടോ. പണ്ട് മുതലേ എനിക്കറിയാവുന്ന 3 അത്ഭുത പ്രാർത്ഥനകളാണിത്. ഞാനത് അനേകർക്ക് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ഒത്തിരി ശക്തിയുള്ള 3 പ്രാർത്ഥനകളാണിത്. നമ്മുടെ ജീവിതത്തിലെ വിഷമസന്ധികളിലൊക്കെ നമ്മൾ ഈ പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിലൊരു പ്രാർത്ഥന ഇതാണ്: നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന ഈ 3 പ്രാർത്ഥനകളും നമ്മൾ ദിവസം 9, ഇതിലേതെങ്കിലും ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, കാണാതെ പഠിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥന നിങ്ങൾ പഠിച്ച് 9 പ്രാവശ്യമാണ് നമ്മൾ ഒരു ദിവസം ചൊല്ലേണ്ടത്. അങ്ങനെ 9 ദിവസമോ അല്ലെങ്കിൽ നിങ്ങളൊരു ദിവസം 33 പ്രാവശ്യം വെച്ചോ, അങ്ങനെ 33 ദിവസമോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം കേട്ടോ. ഡൗട്ടില്ലല്ലോ. ഒരു ദിവസം 9 പ്രാവശ്യം വെച്ച് 9 ദിവസമോ, അല്ലെങ്കിൽ ഒരു ദിവസം 9 പ്രാവശ്യം വെച്ച് 33 ദിവസമോ, അല്ലെങ്കിൽ 33, നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്നത് അപ്രകാരം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി മറ്റൊരു പ്രാർത്ഥന: ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ഇതും ഇപ്രകാരം 9 പ്രാവശ്യം വെച്ച് ചൊല്ലുക. ഒന്നുകൂടെ പറയാം: ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ഇനി മറ്റൊരു പ്രാർത്ഥന: ലോകരക്ഷിതാവായ ഈശോയെ, അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിക്കാൻ അങ്ങേക്കു വയ്യ. ആകയാൽ പാപികളായ ഞങ്ങളുടെ അപേക്ഷ സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന നമ്മൾ പറ്റുന്നവരൊക്കെ കൈ വിരിച്ചു പിടിച്ച് 9 പ്രാവശ്യം ചൊല്ലേണ്ടതാണ്. ഇതാണ് ഞാനെപ്പോഴും പെട്ടെന്നൊക്കെ എനിക്കൊരു വിഷമമൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊന്ന് കയറാൻ, അല്ലെങ്കിൽ പെട്ടെന്നൊരാവശ്യം വരുമ്പം ഞാൻ സാധാരണ ചൊല്ലുന്നത് ഈ പ്രാർത്ഥനയാണ് കേട്ടോ. ഞാൻ 9 തവണ മുട്ടിന്മേൽ നിന്ന് കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കുറച്ച് നാൾ മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ, അവൻ UK സ്റ്റുഡൻറ്റ് വിസയിൽ പോയി പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കൊരു ജോലിക്ക് വേണ്ടി അവൻ ഒരുപാട് ശ്രമിച്ചു. ആ കുഞ്ഞ് നല്ല ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്യും, പക്ഷേ ഒത്തിരി ഇൻ്റർവ്യൂ അവൻ അറ്റൻഡ് ചെയ്തു, ഒന്നും അവന് കിട്ടുന്നില്ല. അപ്പോൾ അവൻ്റെ അമ്മ വളരെ വിഷമത്തോടെ എന്നോട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇനി അടുത്ത ഇൻ്റർവ്യൂവിന് അവൻ പോകുമ്പോൾ ചേച്ചി എന്നോട് പറയുക, ഇൻ്റർവ്യൂവിൻ്റെ ടൈം പറയുക, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും എന്നോട് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊച്ചു ഇൻ്റർവ്യൂവിന് കയറിയ സമയം മുഴുവൻ ഞാൻ ആദ്യം 9 തവണ ഇത് കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് പ്രാർത്ഥന കാണാതെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ഇൻ്റർവ്യൂ കഴിയുന്നോടും വരെ ഞാൻ ഈ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവൻ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അങ്ങനെ അവൻ ആ ഇൻ്റർവ്യൂവിൽ പാസ്സായി. അവൻ ആ ജോലി കിട്ടി UK. അപ്പോൾ അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് മക്കൾ പരീക്ഷയ്ക്ക് പോകുമ്പം, അവരുടെ പരീക്ഷാ വിജയത്തിന്, അങ്ങനെയൊക്കെയുള്ള നമുക്ക് പെട്ടെന്ന് ചില ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഞാൻ ഇന്ന് ഈ പറഞ്ഞ 3 പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഒരു ബുക്കിലൊക്കെ എഴുതി വെക്കാം. ഇതേത് പ്രാർത്ഥന, ഇതെല്ലാം അതിശക്തമായ 3 പ്രാർത്ഥനകളാണ് കേട്ടോ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം: ലോകരക്ഷിതാവായ ഈശോയെ, അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിക്കാൻ അങ്ങേക്കു വയ്യ. ആകയാൽ പാപികളായ ഞങ്ങളുടെ അപേക്ഷ സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ.